CMRL എക്സാലോജിക് ഇടപാടിൽ വീണ വിജയനെ പ്രതി ചേർത്തതോടെ കേസ് വീണ്ടും സജീവമാവുകയാണ്. തുടർ നടപടികൾ വേഗത്തിലാക്കാൻ ഒരുങ്ങുകയാണ് SFIO. കേസിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ് CPIM. ലക്ഷ്യം മുഖ്യമന്ത്രിയാണെന്നാണ് വിലയിരുത്തൽ. പക്ഷേ BJPയും കോൺഗ്രസും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങിക്കഴിഞ്ഞു. മാസപ്പടി കേസിൽ ഇനി എന്തെന്ന് ആണ് ആകാംക്ഷ. റോഷിപാലും TV പ്രസാദും ലേബി സജീന്ദ്രനും SS ശരണും AP നദീറയും നമുക്കൊപ്പം തത്സമയം ചേരും. CMRLനും SFIOയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുള്ള അപ്ഡേറ്റുകളാണ് നമ്മൾ ഇന്നിപ്പോൾ പ്രതീക്ഷിക്കുന്നത്. ഓരോ ആളുകളും ഓരോ വ്യത്യസ്ത കോണുകളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് നൽകുകയും ചെയ്യും. CMRL എക്സാലോജിക് ഇടപാടിലെ കേസിൽ നടപടികൾ വേഗത്തിലാക്കാനാണ് SFIOയുടെ നീക്കം. പ്രതികൾ കൂടെ നോട്ടീസ് അയക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ ഷോൺ ജോർജ് പറഞ്ഞത് സ്പെഷ്യൽ കംപ്ലൈൻറ്റ്, അതാണ് ഈ SFIO ഇടുന്ന FIRന്റെ പേര്. ഈ സ്പെഷ്യൽ കംപ്ലൈൻറ്റ് സാമ്പത്തിക വിഭാഗം കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ കൊച്ചിയിൽ നിന്ന് സമർപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് സാങ്കേതികമായി ഇനി നിയമ തടസ്സങ്ങളൊന്നുമില്ല. അങ്ങനെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടികളിലേക്ക് കടക്കും. അതായത് എക്സാലോജിക്കിനും വീണ തൈക്കണ്ടിക്കും CMRLനും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും നോട്ടീസ് നൽകാൻ പോകുകയാണ് എന്നുള്ളതല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, റോഷി? ഡോക്ടർ അരുൺകുമാർ, ഇനി അതിവേഗത്തിൽ നടപടി പൂർത്തിയാക്കുക എന്ന തീരുമാനമാണ് SFIOയ്ക്ക് മുന്നിലുള്ളത്. കാരണം SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ കമ്പനികാര്യ മന്ത്രാലയം പ്രോസിക്യൂഷൻ അനുമതി നൽകിയതിന് പിന്നാലെ തന്നെ ഈ കേസിൽ പ്രതി ചേർത്തിരിക്കുന്നവർക്ക്, അത് വീണ തൈക്കണ്ടി അടക്കം CMRLന്റെ MD ആയ ശശിധരൻ കർത്തി അടക്കമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് നോട്ടീസ് കൈമാറും. അതിനൊപ്പമാണ് ഈ അന്വേഷണ റിപ്പോർട്ട് കൊച്ചിയിലെ ഈ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്യുന്നത്. ഏതായാലും വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം തന്നെയാണ് SFIO എടുത്തിരിക്കുന്നത്. 2.7 കോടി രൂപയുടെ തട്ടിപ്പ് CMRL നടത്തിയെന്നാണ് കണ്ടെത്തൽ. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് SFIO അന്വേഷണ റിപ്പോർട്ട് കൈമാറുകയും അതിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് മറ്റേതെങ്കിലും തരത്തിലുള്ള ഏജൻസികൾ അന്വേഷണവുമായി വരുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അതിനു പുറമെ നേരത്തെ തന്നെ ഈ ആദായ നികുതി വകുപ്പിന്റെ ഇടക്കാല തർക്കപരിഹാര ബോർഡ് പ്രാഥമികമായി 1.72 കോടി രൂപയുടെ കണ്ടെത്തൽ, ഈ തട്ടിപ്പ് കണ്ടെത്തുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിന്റെ അന്വേഷണം പിന്നീടാണ് SFIOയ്ക്ക് എത്തുന്നത്. ഒരുപക്ഷെ രാജ്യത്തെ ഏറ്റവും വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി കൂടിയാണ് SFIO. ആ ഏജൻസിയാണ് മാസങ്ങൾ നീണ്ട അന്വേഷണത്തിന്റെ ഒടുവിൽ ഈ അന്വേഷണത്തിന്റെ കുറ്റപത്രം സമർപ്പിക്കുകയും അതിൽ കമ്പനികാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടുകയും ചെയ്തു, അനുമതി നൽകുകയും ചെയ്തു. ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ പോരാട്ടങ്ങളിലേക്ക് കടക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏതായാലും 6 വർഷം മുതൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റകൃത്യം ഇവർ ചെയ്തു എന്ന കണ്ടെത്തൽ കൂടിയുണ്ട്. അതുകൊണ്ട് അതിന്റെ തുടർ നടപടികൾ അത് ശ്രദ്ധേയമാകും, വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും.